ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ഷാനവാസ് എരികയറ്റുന്നതും അതുപോലെ തന്നെ അനുമോള് കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് അയ്യോ ഭയങ്കര ഉപ്പ് കൂടി കടലക്കറിയിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എൻ്റെ അനീഷേട്ട ഉപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എൻ്റെ അനീഷേട്ടന് അങ്ങനെയൊന്നും തോന്നൂല, എനിക്ക് എന്നെക്കുറിച്ച് കുറ്റം പറയാൻ അനീഷേട്ടന് സഹിക്കൂല കേട്ടോ എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവരൊക്കെ പറയുന്നുണ്ട്, ഇവരൊക്കെ ബോഡി ഗാർഡിലെ ദിലീപിനെ പോലെയുണ്ട് നമ്മുടെ അനീഷ് എന്ന് പറയുന്നുണ്ട്. അപ്പം നയൻതാരയാണ് ഞാൻ എന്ന് ആര് പറയുന്നുണ്ട്, അനുമോളും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷാനവാസിൻ്റെ നാട്ടിൽ ചെന്ന് എനിക്ക് കുറേ ഫുഡൊക്കെ പിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത് എൻ്റെ നാട്ടിലേക്ക് വാ അനീഷ് ഏട്ടാ, ഞാൻ ഒരുപാട് ഫുഡും പലതരം സ്ഥലത്തേക്ക് കൊണ്ടുപോലൊക്കെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസക്കാളും കൂടുതൽ ഫുഡൊക്കെ കിട്ടുന്ന ആര്യനാട് എന്ന നാട്ടിലാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അടി കൂടി കഴിഞ്ഞിട്ട് ഷാനവാസ് എരി കയറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ആരെ, നമ്മുടെ ആദിലേനെ നൂറേനെയും. ഷാനവാസ് പറയുന്നുണ്ട് ക്യാപ്റ്റനെ അടക്കി പിരിക്കുകയാണ് അവൾ. അപ്പം നൂറ പറയുകയാണ് എന്നെ ഒട്ടും അനുസരിക്കുന്നില്ല, ഞാൻ ക്യാപ്റ്റനല്ലേ, കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി, എൻ്റെ വാക്കിനെ പോലും മാനിക്കുന്നില്ല എന്ന് പറയുന്നത്. ഷാനവാസ് പറയുന്നത് ഞാനായപ്പോഴും അവൾ അങ്ങനെ തന്നെയായിരുന്നു, ഞാനായപ്പോഴും അവൾ കിച്ചണിൽ അവളെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും അവളുടെ പ്രത്യേകതയാണ് അതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദില പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നോക്കിയേ, അനീഷും അനുമോളും ഇരിക്കുന്നത് കണ്ടില്ലേ ഫ്രെയിം ചെയ്ത് വെക്കുക ഇവരെ. നോക്ക് അനിഷേട്ടാ, ഒരു ബക്കറ്റ് അടുപ്പിച്ച് വെക്കൂ, അവളെ കണ്ണീര് വീഴട്ടെ ബക്കറ്റിൽ എന്ന് പറയുന്നിട്ടാ. ആ ഫ്രെയിം ഒന്ന് നോക്കിയേ, സെക്യൂരിറ്റിയും മോളുള്ള പോലെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സെക്യൂരിറ്റി ബോഡി ഗാർഡ് മോളാണെന്ന് അവർ സ്ഥിരീകരിക്കുകയാണ് കേട്ടോ. ബോഡി ഗാർഡ് മോളുള്ള പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ, ആ ഫ്രെയിം ഒന്ന് നോക്കിയേ എന്ന് പറയുന്നത്. നോക്കുമ്പോൾ അനുമോളും അനീഷും ഇരുന്ന് വിഷമിച്ച് പറയുകയാണ്. അപ്പം അനുമോള് പറയുന്നത് എന്താ അനീഷേട്ടാ ഞാൻ ചെയ്യാം, ഞാൻ അവർക്ക് നിവിനൊക്കെ രണ്ടാമത് ഭക്ഷണം എടുക്കാൻ വരാറുണ്ട്, അപ്പോൾ അവർക്ക് കുറച്ച് കറി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കറി മാറ്റി വെച്ചത്. അതിന് യാതൊരും ഇവരെ കൂട്ടി അടി കൂടേണ്ട ഒരു ആവശ്യമില്ല. ഷാനവാസ്ക്ക് എല്ലാവരും കൂട്ടി അടി കൂടേണ്ട ആവശ്യമില്ല. അവർക്ക് പയർ ഇനിയും വേണം. അവർക്ക് അത്യാവശ്യത്തിന് കൂടുതൽ പയർ, ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കൂടുതൽ കറികൾ അവർക്ക് ഞാൻ വിളമ്പി കൊടുക്കുന്നതാണ്. എന്നിട്ടും അവർ എന്തിനാണെന്ന് അവർ അനുമോളിരുന്ന് കറിയണം. പോട്ടെ അനുമോളെ, അതൊന്നും സാരില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് കിടന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ കയറിയാൽ മാത്രമാണ്, മറ്റുള്ള ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞാൽ കുറേശ്ശെ കറിയിൽ വിളമ്പി തരാറ്, ഇപ്പോൾ ഞാൻ കൂടുതൽ കറി അവർക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവരെന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ആദിലേക്ക് നൂറയ്ക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യാനറിയോ, ഇവിടെ ഞാൻ ഇതുപോലെ ഇവരെ പോലെ തന്നെ വന്ന ഒരാളാണ്, എന്നിട്ടാണ് ഞാൻ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത്, അവിടെ നിന്ന് പഠിച്ചതാണ് ഇതൊക്കെ, ഇത് അവർക്ക് ചെയ്തുകൂടെ, എന്നിട്ട് ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും വേണം, അവസാനം എനിക്ക് എല്ലാം കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പയറ് കറി എല്ലാവർക്കും കൊടുത്തതാണ്, കുറച്ച് ചോറ് അധികം വന്നപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് വിശപ്പുള്ളവരൊക്കെ ഉണ്ടാവും, നെവിനെ പോലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ വിശപ്പുള്ളവർ വരുമ്പോൾ ചോറ് മാത്രമായിട്ട് അവരെങ്ങനെ തിന്നുക, അപ്പോൾ ആ ചോറ് അവർ തന്നെ കുറച്ച് കറി കൊടുത്ത് അവർ കഴിച്ചോളും. അവർക്ക് അനാവശ്യത്തിന് അത്യാവശ്യത്തിനൊക്കെ ഞാൻ കറി വിളമ്പി കൊടുത്തിട്ടും അവർക്ക് ഇനിയുള്ള കറി വിളമ്പി കൊടുക്കാനാണ് പറയണത്. അത്